മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഉണ്ണിക്കും ദുർഗയ്ക്കും കരുണയ്ക്കൊക്കെ നല്ല 8ൻ്റെ പണി തന്നെ കിട്ടുന്ന എപ്പിസോഡുകളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നതെല്ലാം. ഇത്രയും നാളും മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലാൻ നടന്നിട്ടും തിരിച്ചടികൾ എത്ര കിട്ടിയിട്ടും അവർക്ക് ഒരു സമാധാനം ഇല്ലാണ്ട് വീണ്ടും കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നമ്മളുടെ പ്രതാപനാണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാനായിട്ട് ലോറിയുമായിട്ട് അവരുടെ പിന്നാലെ പോണ സമയത്ത് തന്നെ ആ വിശ്വനാഥൻ വന്ന് ഈ പ്രതാപനെ പേടിപ്പിച്ചിട്ട് പ്രതാപൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. പിന്നീട് എങ്ങോട്ടോ താഴോട്ട് വീണ് ഈ പ്രതാപൻ്റെ 2 കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലാണ്. ഇതേസമയം കരുണയുടെ മുത്തശ്ശിയും ചെല്ലുമ്പോൾ പ്രതാപനാണെങ്കിൽ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. അതിനു മുമ്പ് ഈ പ്രതാപനാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നതെന്നുള്ള സത്യം കരുണയ്ക്കും മുത്തശ്ശിക്കും അറിയായിരുന്നെങ്കിലും ഇതിനു വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തത് വാമദേവനാണെന്നുള്ള സത്യം ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ആ സത്യം അറിഞ്ഞതും കരുണ വാമദേവനൊക്കെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വാമദേവനാണെങ്കിൽ ആദ്യമൊന്നും ഇത് സമ്മതിക്കണമില്ല. പിന്നീട് കരുണയുടെ അടുത്ത് സത്യങ്ങളെല്ലാം ഏറ്റു പറയുന്നുണ്ട്. എന്നിട്ട് ഇതാരും അറിയാതെ നോക്കണം എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് അതൊന്നും സാധിക്കുമെന്ന് തോന്നണില്ല. എന്തായാലും അച്ഛനിത് വരുന്നവരോടും പോകുന്നവരോടൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക വിശ്വനാഥനെ കൊന്നത് ഞാനാ, വാമദേവനാ കൊട്ടേഷൻ തന്നേന്ന്. എന്തായാലും ഞാനൊന്ന് അച്ഛനെ കണ്ടു നോക്കട്ടെ, ഇപ്പം ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് കരുണ വീണ്ടും പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ്റെ അടുത്ത് നിന്നതും പ്രതാപനാണെങ്കിൽ നല്ല ഉറക്കത്തിലായതുകൊണ്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നമ്മൾ കേട്ടതെല്ലാം സത്യം മുത്തശ്ശി, ഞാൻ അയാളെ കണ്ടു, കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ അതെല്ലാം സമ്മതിച്ചു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മോളെ? പ്രതാപനാണെങ്കിൽ ഇന്ന് തന്നെ ഈ സത്യങ്ങളെല്ലാം കണ്ണനെ അറിയിക്കണം എന്നാണ് പറയണേ. കണ്ണൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കുമെന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് എന്തായാലും അയാൾ ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല, പക്ഷേ അച്ഛനിങ്ങനെ ആസ്പത്രിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ണിയേട്ടനും അമ്മയും വരും. അവരോടും അച്ഛനിങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ണിയേട്ടന് എപ്പോഴും പരാതിയാണ് അച്ഛനില്ലാതായതുകൊണ്ടാണ് ഉണ്ണിയേട്ടനിക്ക് ഈ അവസ്ഥ വന്നേ. കണ്ണേട്ടൻ സ്വത്തുക്കളെല്ലാം കൈയടക്കി വെച്ചത് അച്ഛൻ മരിച്ചതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം ഉണ്ണിയേട്ടന് കിട്ടിയേനെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ അതിന് കാരണക്കാരൻ എൻ്റെ അച്ഛനാണെന്നും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതവും നഷ്ടപ്പെടും. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അത് മോള് പറഞ്ഞത് നേരാ, മോളുടെ അച്ഛൻ അവൻ്റെ അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും ക്ഷമിക്കില്ല. അതുപോലെ തന്നെ ദുർഗയാണെങ്കിലും ഇപ്പം മോളോട് നല്ല സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഭർത്താവിനെ കൊന്നത് പ്രതാപനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം മാറും. ഒന്നുമില്ലെങ്കിലും അവളുടെ ഭർത്താവല്ലേ എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അത് മുത്തശ്ശി പറഞ്ഞത് നേരാന്ന്. ഇതേ സമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇവരുടെ സംസാരം കേട്ടിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് എണീക്കുന്നുണ്ട്. എന്തൊക്കെയാടി നിങ്ങൾ ഈ പറയണേ, മിണ്ടാതിരിക്കുന്നു പറയുമ്പം ഈ മുത്തശ്ശി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ വാമദേവനോട് തന്നെ ഇതിനൊരു പരിഹാരം കാണാൻ പറയാമെന്ന് പറയുമ്പം ഈ പ്രതാപൻ അത് കേട്ടിട്ട് വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്. അവനെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയാൽ ഞാൻ അവനെ ശരിയാക്കും, എൻ്റെ 2 കാലും ഒടിഞ്ഞേക്കാന്ന് വിചാരിച്ചൊന്നും കുഴപ്പമില്ല, അവൻ ഒറ്റൊരുത്തൻ കാരണം എൻ്റെ പാവം വിശ്വനാഥൻ മരിച്ചത്. ആ സമയത്ത് ഈ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് പ്രതാപം പറയണേ, വിശ്വനാഥൻ എങ്ങനെയാണ് നിൻ്റെ ആവണേ? അന്നേരം പ്രതാപൻ പറയുന്നുണ്ട് എൻ്റെ വിശ്വനാഥൻ തന്നെ, അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എണ്ണിപ്പെറുക്കി മയങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് കരുണയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശി? ഇനിയിപ്പോൾ ഉണ്ണിയേട്ടനൊക്കെ വന്നാലും അച്ഛൻ ഇങ്ങനെ തന്നെ പറയുമല്ലോ. എന്തായാലും ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കരുണ പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ദുർഗ വന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട് മോനെ നീ ഭക്ഷണമൊന്നും കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, എന്തായാലും ഇവിടുന്ന് വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ എന്ന് പറയുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ അത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട് എന്താടാ നീ പറഞ്ഞത്, നിനക്ക് ഞാൻ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും വിഷം കലക്കി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട്. മഞ്ജു വന്നതും ഇതിനു മുമ്പ് കൊടുത്തിട്ടില്ലായിരിക്കും, പക്ഷേ ഇനി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ അമ്മ ഉണ്ടാക്കുന്നതൊന്നും കഴിക്കാത്തതെന്ന്. അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട് ഇപ്പം നീ അമ്മയ്ക്കെതിരല്ലേടി, ഇതിനു മുമ്പ് നീയും അമ്മയ്ക്കൊപ്പം നിന്നതല്ലേ ഇവർക്ക് വിഷം കൊടുക്കാനും ഇവരെ കൊല്ലാനൊക്കെ, എന്നിട്ട് ഇപ്പം എന്താ നീ മാറിയെന്ന് ചോദിക്കുമ്പം അന്ന് ഞാൻ അത്ര നല്ലതല്ലായിരുന്നു, ഇപ്പോൾ എൻ്റെ മനസ്സ് നന്നായി, അതുകൊണ്ട് ഞാനിപ്പോൾ നല്ല രീതിയിലേ ചിന്തിക്കാറുള്ളൂ. നിങ്ങളുടെ കൂടെ ജീവിച്ച് എൻ്റെ മനസ്സും ദുഷ്ട മനസ്സായി പോയായിരുന്നു. ഇപ്പം നന്മയുള്ളവരുടെ കൂടെ കൂടിയപ്പം എൻ്റെ മനസ്സിലും കുറച്ച് നന്മ വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തായാലും എൻ്റെ അമ്മയും നിങ്ങളും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളുടെ ആ ഭാര്യ ഉണ്ടല്ലോ കരുണയില്ലാത്ത കരുണ, അവളും ഒരിക്കലും നന്നാവാൻ പോണില്ല. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ഒരു വഴക്ക് വേണ്ട, എന്തായാലും ഞാനും ഇയാളും പോവുക, ഇയാളെ ഞാൻ അനന്തുവിൻ്റെ വീട്ടിലേക്ക് ആക്കുക, മഞ്ജു അപ്പോൾ ഇന്ന് തിരിച്ചു പോകണമെങ്കിൽ പോയിക്കോളാം. അന്നേരം മഞ്ജു പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാനിവിടെ നിൽക്കണില്ല ഏട്ടാ, ഏടത്തിയും ഏട്ടനും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനും സാഗരേട്ടനും ഇവിടെ നിന്നത്, അത് വേറൊന്നും കൊണ്ടും അല്ല, ഏടത്തിയുടെ ജീവനിവിടെ ആപത്ത് സംഭവിച്ചെങ്കിലോ എന്ന് ഓർത്ത് പേടിച്ച് തന്നെയാണ്. അന്നേരം ദുർഗ പറയുന്നുണ്ട് നീ എന്താടി ജീവൻ രക്ഷിക്കുന്ന ആളാണോ? അന്നേരം കണ്ണൻ പറയുന്നുണ്ട് അതെ,
മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആരുടെയും ജീവൻ എടുക്കാൻ നടക്കണില്ല നിങ്ങളെ കൂട്ട്. നിങ്ങൾ അമ്മയും മകനും മറ്റുള്ളവരുടെ സ്വത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ, എന്തായാലും എനിക്ക് ആ സ്വഭാവം ഇല്ലയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോനെയാണ്. മാർക്കോയാണെങ്കിൽ ആ ഒരു അമ്മയെ കണ്ടപ്പോൾ ആ അമ്മ പറഞ്ഞല്ലോ മാർക്കോയോട്, ഒരാൾക്ക് ഒരാപത്ത് വരാൻ പോവുക, അത് തടയാനുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ. അങ്ങനെ ഈ മാർക്കോ ചെന്ന് ആ അമ്മയെ കാണുന്നുണ്ട്. കാണുന്ന സമയത്ത് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇന്നലെ അമ്മ ആരെയോ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, ആ പ്രാർത്ഥന ഫലിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഉവ്വ മോനെ ആ പ്രാർത്ഥന ഫലിച്ചു. ഞാൻ മനസ്സിൽ വിചാരിച്ച ആൾക്കാർക്ക് ഒരാപത്തും സംഭവിച്ചില്ല, പക്ഷേ അവരെ അപകടപ്പെടുത്താൻ പോയവർക്ക് ആപത്ത് സംഭവിക്കുകയും ചെയ്തു. ഇനി എല്ലാവർക്കും തിരിച്ചടി കിട്ടുന്ന കാലം, കണ്ണനും മഹാലക്ഷ്മിക്കും ഒരാപത്തും വരില്ല എന്ന്. അന്നേരം മാർക്കോയ്ക്ക് മനസ്സിലാവണത് ഈ കണ്ണനും മഹാലക്ഷ്മിക്കും ആപത്ത് വരുമെന്നും പറഞ്ഞാൽ ഈ അമ്മ പ്രാർത്ഥിച്ചിരുന്നു. ആ സമയം ഈ മാർക്കോ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇന്നലെ അമ്മ പ്രാർത്ഥിച്ചത് കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതേ മോനെ ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അവരെ കൊല്ലാനായിട്ട് ഇന്നലെ ഒരുത്തനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലായിട്ടുണ്ട്. ഇനി അവൻ അവരുടെ പുറകെ ശല്യത്തിനായിട്ട് വരില്ല. പക്ഷേ വേറൊരുത്തനുണ്ട്, കണ്ണൻ്റെ അനിയൻ, അവനെ സൂക്ഷിക്കണം. അവനിപ്പോഴും അപകടകാരിയ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവൻ എടുക്കാനാവൻ നടക്കണേന്ന്. ഇതേസമയം മാർക്ക് പറയുന്നുണ്ട്, അമ്മ അവൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ എനിക്കറിയാമെന്ന്. ഇതേസമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അതിൻ്റെ കൂടെ മഞ്ജുവും സാഗറും പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞതും ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, ഇപ്പം നമ്മുടെ നേരെ നോക്കി നിന്ന് വർത്താനം പറഞ്ഞ ഇവരൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ ഈ സംസാരം അധികം വൈകാതെ ഞാൻ ഇല്ലാണ്ടാക്കും. നല്ലൊരു സമയം കിട്ടിയാൽ കണ്ണനെയും മഹാലക്ഷ്മിയെ ഞാൻ പരലോകത്തേക്ക് പറഞ്ഞയക്കുന്നു. അന്നേരം ദുർഗ പറയുന്നുണ്ട്, ഉണ്ണി നീ ആവശ്യമില്ലാത്തതിനൊന്നും പോകണ്ട. ഇപ്പം തന്നെ കരുണമോളുടെ അച്ഛൻ അവരെ കൊല്ലാനായിട്ട് പോയിട്ട് എന്തായി? കരുണമോളുടെ അച്ഛൻ ഇപ്പോൾ ആസ്പത്രിയിലാണെന്നാണ് പറയാനായിട്ട്. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകണ്ടേ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, അയാളെ കാണാൻ പോണേ എന്തിനാ? അല്ലെങ്കിൽ തന്നെ എൻ്റെ അച്ഛനെ കണ്ട് പേടിച്ചു എന്നും പറഞ്ഞ് അയാൾ പ്രാന്തളിക്ക് നടക്കുക, അങ്ങനെയുള്ളിടത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അതല്ലടാ, നമുക്ക് വേണ്ടി അയാൾ കണ്ണനെയും മഹാലക്ഷ്മിനെയും കൊല്ലാൻ ശ്രമിച്ചതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ അയാളെ ഒന്ന് കാണണ്ടേ എന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ കരുണയെ വിളിച്ച് ചോദിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ദുർഗ ഫോണെടുത്ത് കരുണയെ വിളിക്കുന്നുണ്ട്. കാരണം ഫോണെടുത്ത് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം, മോളെ ഞങ്ങൾ അച്ഛനെ കാണാൻ ആസ്പത്രിയിലേക്ക് വരാനിരിക്കുമായിരുന്നു എന്ന് പറയുമ്പം, വേണ്ടമ്മേ അച്ഛനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നിങ്ങളും കൂടി വരുമൊന്നും വേണ്ട എന്ന് പറയുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇത് കേട്ടിട്ട് ആകെ ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ദുർഗ ഉണ്ണിയും വരുമ്പോഴും ഈ പ്രതാപൻ ഇതുപോലെ തന്നെ വിശ്വനാഥനെ കൊന്നത് ഞാനാന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്ത് തന്നെയാണ്. ആ സമയം ദുർഗ ചോദിക്കുന്നുണ്ട്, ആ എന്താ മോളെ ഞങ്ങൾ വരണ്ടാന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, ഒന്നും ആയിട്ടല്ല അമ്മേ, അച്ഛനങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് വരണ്ട. പിന്നെ ഡോക്ടറും പറഞ്ഞത് സന്ദർശകരൊന്നും അനുവദിക്കണ്ടെന്നാണ്. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അങ്ങനെ മോള് പറയുകയാണെങ്കിൽ ഞങ്ങൾ വരുന്നില്ല മോളേന്ന്. എൻ്റെ കാരണം ഫോൺ വെച്ചിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അവിടുന്ന് അമ്മയും ഉണ്ണിയേട്ടനും വരാമെന്നും പറഞ്ഞാൽ വിളിച്ച് ഞാൻ ഒരു പ്രകാരം അവരുടെ വരവിനെ തടഞ്ഞിട്ടുണ്ടെന്ന്. ആ സമയം ഉണ്ണിയുടെയും ദുർഗയുടെയും പേര് കരുണ പറയണ കേട്ടതും വേഗം തന്നെ പ്രതാപൻ ഉറക്കം തെളിഞ്ഞ് ചോദിക്കുന്നുണ്ട്, ദുർഗയും ഉണ്ണിയും കൂടി വരുന്നുണ്ടോ? അവർ വരട്ടെ, അവർ വന്നിട്ട് വേണം അവരോട് എനിക്ക് സത്യങ്ങളൊക്കെ പറയണം. അന്നേരം കരുണ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, അവരൊന്നും കൂടി വരുന്നില്ല. അപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ലല്ലോടി, അവരും കൂടി വരുന്നുണ്ടെന്നാലോ, നീ അവരോട് വരണ്ടാന്ന് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം, ഇല്ല അച്ഛാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് തന്നെ അവരും കൂടി വരട്ടെ, ഇന്ന് തന്നെ എല്ലാവരോടും എനിക്ക് സത്യങ്ങൾ പറയണം, ആ വാമദേവനെക്കുറിച്ചും പറയണം, അങ്ങനെ ആ വാമദേവനെ എനിക്ക് ജയിലിലേക്ക് പറഞ്ഞു വിടണമെന്നൊക്കെ പറഞ്ഞ് ഈ പ്രതാപം പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ കരുണയും കരുണയുടെ മുത്തശ്ശിയും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാവുന്നുണ്ട്. കാരണം പ്രതാപൻ്റെ സമനില തെറ്റിയതുപോലെ തന്നെയാണ് പ്രതാപൻ പെരുമാറുന്നത്. അത് വേറൊന്നുകൊണ്ടും അല്ല, നമ്മളുടെ ആ സിദ്ധിയായിട്ടുള്ള അമ്മയുടെ പണി തന്നെയാണ്. പ്രതാപൻ കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ആ സിദ്ധയായ അമ്മ പ്രതാപന് നല്ല എട്ടിൻ്റെ പണി തന്നെ കൊടുത്തിരിക്കണതാണ്. ഇനി ഒരിക്കലും അയാൾ കണ്ണനെയും മഹാലക്ഷ്മിയെയും ശല്യം ചെയ്യരുതെന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഇങ്ങനൊരു പണി കൊടുത്തേക്കണേ. പിന്നീട് നമ്മളുടെ മാർക്കോയാണെങ്കിൽ ലോപ്പസിനോട് പറയുന്നുണ്ട്, കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും ആ ഉണ്ണി ഒരുപാട് പ്രാവശ്യം ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവൻ അവരുടെ പിന്നാലെ കൊല്ലാനായിട്ട് നടക്കുക. ഇനിയും അവനെ വെറുതെ വിട്ടാൽ അത് കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവനെ ബാധിക്കും. അതുകൊണ്ട് അവനെ ഇന്ന് തന്നെ നമുക്കൊന്ന് കൈകാര്യം ചെയ്യണം. അന്നേരം ലോപ്പസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നേരത്തെ അവനെ കൈകാര്യം ചെയ്യേണ്ടിയായിരുന്നു. നമ്മളവനെ വെറുതെ വിട്ടതുകൊണ്ട് അവൻ ഇത്രയും പ്രശ്നക്കാരനായത്. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം അവൻ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും അപായപ്പെടുത്താൻ നോക്കിയേക്കുന്നു.
അന്നൊന്നും മാർക്കോ അവനെ കൈവച്ചിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്തായാലും അവനക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ അവൻ ഒതുങ്ങുള്ളൂ എന്ന്. അങ്ങനെ മാർക്കോയും ലോപസും കൂടെ കൂടി ഈ ഉണ്ണീനെ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കരുണയുടെ അച്ഛനെയും കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നണില്ല. അയാൾ അല്ലെങ്കിൽ തന്നെ വെറും ഒരു മണ്ടന. മേഘേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ മേഘേട്ടനാണെങ്കിൽ കോമ സ്റ്റേജിലുമായി. പിന്നെ ഉള്ളത് അമ്മാവനെയും കൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും ഞാനൊന്ന് പുറത്ത് പോയി നോക്കട്ടെ, ഏതെങ്കിലും കൊട്ടേഷൻ ടീമിനെ കിട്ടുവാണെങ്കിൽ അയാളെയും അവരെയും തീർക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. അത് മാത്രമല്ല, ആ മഞ്ജുവിനെയും സാഗറിനെയും കൂടി ഇല്ലാതാക്കണം. അന്നേരം ദുർഗ പറയുന്നുണ്ട്, മഞ്ജുവിനെ നീ ഒന്നും ചെയ്യാൻ പോകണ്ട, അവൾ എൻ്റെ മോള. സാഗറിനെ വേണമെങ്കിൽ നീ തീർത്ത് കളഞ്ഞേരെ. മേഘൻ എന്തായാലും അസുഖം മാറി എഴുന്നേൽക്കുമല്ലോ, ആ എഴുന്നേൽക്കുന്ന സമയത്ത് മഞ്ജുവിനെ നമുക്ക് മേഘന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിനെയും കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മാർക്കോയും ലോപ്പസും കൂടെ ഉണ്ണിയെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഉണ്ണിയുടെ കാറ് വരുന്നത് കാണുന്നത്. ഉണ്ണിയുടെ കാറ് കണ്ടതും മാർക്കോ വേഗം തന്നെ മാർക്കോയുടെ ബുള്ളറ്റ് കാറിന് വട്ടം നിർത്തുന്നുണ്ട്. അത് കണ്ടതും ഉണ്ണി പറയുന്നുണ്ട്, ഇവനെന്തിനാ ഇപ്പം എൻ്റെ വണ്ടീനെ തടഞ്ഞു നിർത്തിയേക്കണം, വണ്ടി മാറ്റണോ എന്ന് പറയുമ്പം ഞാൻ തൽക്കാലം വണ്ടി മാറ്റാനും ഉദ്ദേശിച്ചിട്ടില്ല, എന്തായാലും തമ്പുരാനും നിങ്ങളുടെ ഇറങ്ങി വാന്നും പറഞ്ഞുകൊണ്ട് മാർക്ക് വന്ന് ഉണ്ണിയുടെ സൈഡിൽ ഡോറ് തുറക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണോ താൻ ഉദ്ദേശിക്കണേ, താൻ എന്നെ ഉപദ്രവിക്കാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ, നിന്നെ ഉപദ്രവിച്ചാൽ നീ എന്ത് ചെയ്യൂടാ, തൽക്കാലം നീ ഇങ്ങോട്ട് ഇറങ്ങുക, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞ് ഈ ഉണ്ണിയെ മാർക്കോ കാറിൽ നിന്ന് വലിച്ചിറക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോ വലിച്ചിറക്കിയപ്പോൾ തന്നെ ഉണ്ണിക്ക് നല്ല പേടിയാവുന്നുണ്ട്. മിക്കവാറും മേഘനാഥൻ്റെ അവസ്ഥ തന്നെയാവും തനിക്കെന്നുള്ള ഒരു വിചാരത്തിൽ ഉണ്ണി ഇങ്ങനെ നിൽക്കണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലെല്ലാം ഈ ശത്രുക്കൾക്ക് നല്ല പണി തന്നെ കിട്ടുന്ന എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.